ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഫിഷ് ബിരിയാണി അല്ലെങ്കിൽ മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. വളരെ നാളുകളായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ്. സോ ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യമായിട്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബസ്മതി റൈസ് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് ബസ്മതി റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ 1 കിലോ സാൽമൺ ഫിഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാൽമൺ പോലെയുള്ള നെയ് മീനുകളാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. അപ്പൊ അതിന് എരിവ് കുറവാണ്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ മതിയായിരിക്കും. ഇതിന്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീനിലൊന്ന് പുരട്ടി വെക്കാം. ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. സാധാരണ ഫിഷ് ബിരിയാണിയിലൊക്കെ ഫിഷ് നല്ല വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിടാറ്. പക്ഷെ ഞാനിവിടെ ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഗ്രില്ല് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, അതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 കറുവാപ്പട്ട, 3-4 ഏലക്ക, ഒരു 8 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം കൂടെ ഒന്ന് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പത്തേനും ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചൂട് വളരെ കുറഞ്ഞ ലെവലിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് ഒരു 1 മിനിറ്റ് നേരം ഇതിനകത്തൊന്ന് പയ്യിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ അരി ചെറുതായിട്ട് മൂക്കുന്നതിന്റെ നല്ലൊരു മണമുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് അരിയുടെ അളവിനേക്കാളും 2 ഗ്ലാസ് എക്സ്ട്രാ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 പിടി മല്ലിയിലയും 1 പിടി പുതിന ഇലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉപ്പിന്റെ അളവ് ഒരു കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അരി വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് മുകളിലത്തെ വെള്ളം നന്നായിട്ട് വെറ്റി, പക്ഷെ ഇത് പൂർണ്ണമായിട്ടായിട്ടില്ല. ഇനി നമുക്ക് ഈ മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഒരു ലോ ഫ്ലെയിമിലോട്ട് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഫിഷ് മസാല റെഡിയാക്കാം. അതിനായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ്, അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 5 വലിയ സവോള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇളക്കാം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെയും സവോളയൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2.5 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പം പൊടികളൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിന ഇലയും 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇളക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഒരു 5 മിനിറ്റ് നേരത്തേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. കാരണം ചിക്കൻ ബിരിയാണിയൊക്കെ പോലെ ഇതിനകത്തോട്ട് വെള്ളം ഒത്തിരി ഉണ്ടാകില്ല ഫിഷിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് ഈ മസാല റെഡിയാക്കുന്നത്. 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം കണ്ട ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനൊന്ന് ഇട്ട് കൊടുക്കാം. മീൻ ഗ്രേവിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റും കൂടെ ഇത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ മീനിന്റെ ടേസ്റ്റ് എല്ലാം ഈ ഗ്രേവിയിലോട്ടൊക്കെ ഒന്ന് വന്ന് ഗ്രേവി നല്ല ടേസ്റ്റായിട്ട് മാറും. മീന് വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പാടാണ്. അതുകൊണ്ടാണ് ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചിട്ടത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മീൻ നന്നായിട്ട് മസാല ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാനായിട്ടും കൂടെ പറ്റും. പിന്നെ അതുപോലെ ഒത്തിരി ഇളക്കി മീന് പൊടിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ലെയർ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക്
കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ നെയ്ക്കകത്തൊന്ന് വറുത്തിട്ട് ചേർക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സവോള വറുത്ത് ഫ്രൈ ചെയ്തും കൂടെ ചേർക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ഒരു ചെറിയ പിടി മല്ലി ഇലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അതിനായിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം വെച്ച് അടയ്ക്കാം. അതിനുശേഷം നമുക്ക് ദോശക്കല്ലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാനോ നന്നായിട്ടൊന്ന് ചൂടാക്കി അതിന്റെ മുകളിൽ ഒരു 10 തൊട്ട് 20 മിനിറ്റ് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യാനും മറക്കല്ലേ.